അവ ഇപ്പൊ കേറൂല്ലേ? പെണ്ണുങ്ങളെ കിട്ടുമ്പോഴാടാ കൂട്ടുകാരെ മറന്നോടന്മാര് നമുക്ക് കണ്ടിട്ടുള്ളടാ ഇത്ര നാളെ റേഡിയോ പോലും ഒരു കുണ്ണകൾക്കും കേറാൻ വയ്യായിരുന്നു എന്റെ റേഡിയോ. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കരുത്, ഒരു കുണ്ണകളെ കണ്ടിട്ടില്ല. രണ്ട് പെണ്ണുങ്ങളുടെ കൂടെ വന്നെന്ന് പറഞ്ഞപ്പോ എല്ലാ പെണ്ണുങ്ങളോട് ഒരുമിച്ച് വന്നേക്കുന്നു. ഞാനുണ്ടായിരുന്നു ബാല. 83 റേഡിയോ ഫസ്റ്റ് കയറാൻ പറഞ്ഞാ എന്നെ കൊണ്ട് എന്നെ കൊണ്ട് വിളിപ്പിക്കല്ലേ ബാല, വിളിപ്പിക്കല്ലേ. സംസാരിക്കില്ലേ? രാവിലെ മുതൽ 83 റേഡിയോ ഞാനടാ 83 റേഡിയോ കേറാൻ തന്നെ പറഞ്ഞ അന്ന്. എടാ സ്നൈപ്പ് വിറ്റാച്ച് കാണിക്കുന്ന പരിപാടി ഇതാ. നേരത്തെ എന്തോ പണിപാടി അറിയോ നീ? പറയാം നീ കഴിഞ്ഞിട്ടുള്ള തൊട്ട് താഴത്തെ ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേരെന്താ? എടാ മെയിൻ അണിയല്ലേ? എടാ ഒന്ന് ഇത് പറഞ്ഞടാ, അണ്ണുവിന്റെ നമ്പർ എന്ന് പറഞ്ഞേ. കിട്ടിയാ ഞാൻ വിളിച്ച സ്പീക്കറടാ. പെമ്പിള്ളാര് നാളെ ആരും വേണോ? പോവേ പോവേ പോവേ, നേർക്ക് നേരെ ഇവിടെ ഉണ്ട് ആള്. ഓ പറയണ്ട പട്ടിയായിട്ട് വന്ന് നമ്മളെ കൂടെ ഒരു മറ്റന്മാർ വേറെ ഒറ്റ വില്ലുമാനും കേട്ടില്ല. ഞാനും നിങ്ങളൊന്ന് മാറി നിക്കണം എല്ലാരും. നമ്മൾ മിണ്ടത്തില്ല. ബോബെ സോഫ്റ്റ് ആവരുത്, മനസ്സലിയരുത്. സോറി. എങ്ങനെ പോയില്ല അവർ കേൾക്കും. എന്താണ് പിൻവലിഞ്ഞ പൈസ ഇപ്പൊ നമ്മളൊന്ന് ഒതുങ്ങിപ്പോയപ്പോ നമ്മളൊന്നും ചെയ്ത് ഈ സ്നൈപ്പും പറയുന്ന ഈ സ്നൈപ്പും ഇറ്റാച്ചിയും കൂടെ ഒപ്പിച്ച പണിയാണിത്. അപ്പൊ ഞാൻ പകുതിക്ക് വഴിക്ക് വെച്ചിട്ടാണ് ഞാൻ ഈ സാധനം ആക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഓൾറെഡി പറയുന്ന കേക്ക് ബോബേ, ഞാൻ പറയട്ടടാ. ഇത് കഴിഞ്ഞ എനിക്ക് സംസാരിക്കണ്ട. ഞാൻ ഇങ്ങനെ ഒരു സാധനം ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. പക്ഷെ യൂത്ത് എടാ പറയുന്ന കേക്കടാ ഒന്ന്. അപ്പം ഇത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇങ്ങനെ ഒരു സാധനം വന്ന സമയത്ത് ഇവര് എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. ഇപ്പൊ ഞാൻ വേറെ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് ഇവരെ ഞാൻ ഡീൽ ചെയ്ത് നിർത്തുന്നത്. അനി ബോബു പറ മോനെ. ചേട്ടാ ഞാൻ ഇതെല്ലാം നിർത്തി ചേട്ടന് വേണ്ടി ഞാൻ എന്റെ അടുത്ത് ആര് വന്നിട്ട് തുടങ്ങടാ ജയിക്കും പിന്തുണയും കോപ്പൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞ എന്റെ കൂടെ ഉള്ള എന്റെ മത്സരിക്കൂലെന്നാണ്. പക്ഷെ ഇപ്പൊ ഇതെല്ലാം ഓപ്പോസിറ്റ് ആയിട്ടാണ് കാണിക്കണ. എന്ത് കാണിച്ചേ? നമ്മളെ വെടിവെച്ച് കൊല്ലുന്നു, നമ്മളെ വിളിച്ച് ആ ഒരു പട്ടിയെ വെടിവെച്ചില്ല. ഏതൊരു ബുള്ളറ്റ് മിസൈലിന്റെ ചങ്കാണ് ഒരു ചങ്കത്ത്. ആണല്ലേ ബോബേ, ഞാനൊരു കാര്യം പറയട്ടെ ബോബേ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ് ബോബേ, നമുക്ക് ഈ ഇലക്ഷന് വേണ്ടി കാണിച്ചുതരാം. ചേട്ടാ ഞാൻ അസ്വസ്ഥനാണ് കേട്ടോ, സത്യം. നോ പറയാൻ ഈ ജനറേഷന് മടിയാണ്. നോ പറയാൻ ഈ ജനറേഷൻ മടിയാണ്. അണിചേരുവാന്ന് സമ്മതിച്ച് ഒരാൾക്ക് താല്പര്യമില്ല അയ്യേന്ന് പറയുകയാണെങ്കിൽ അതിനർത്ഥം നോന്നാണ്. ഞാൻ ഇനി ഇതായി കഴിഞ്ഞാലേ ഓൾറെഡി എന്റെ കൂടെ വന്നവരൊക്കെ ഒരുപാട് വിഷമിച്ചേട്ടാ. ഞങ്ങളിത് നിങ്ങളുടെ ഒരു പരിപാടി വന്നപ്പോ ഒന്ന് കൊഴുക്കട്ടെ എന്ന് ആലോചിച്ചമ്മ വന്നതാണ്. വന്നപ്പോ തല്ലും ബഹളവും അടിയും കൊലപാതകവും ലൊക്കേഷൻ പോലും കൊടുക്കുന്നില്ല. കണ്ണാപ്പിയൊക്കെ പട്ടിയുടെ വേഷത്തിൽ വന്നു കഴിഞ്ഞാൽ കണ്ണാപ്പിയെന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമ്മളെ കയറി കടിച്ചു കഴിഞ്ഞാൽ പട്ടിയുടെ ചന്തിക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നിനെ പിടിച്ച് ഓമനിക്കും. ചേട്ടാ എനിക്ക് ഇപ്പൊ സത്യം പറഞ്ഞല്ലോ, എനിക്ക് ചേട്ടന്റെ അടുത്തൊരു വിലയുണ്ട് കേട്ടാ. ആക്കി വെച്ച് എല്ലാരുടെ അടുത്തൊരു വിലയുണ്ട്. പക്ഷെ നമ്മളടുത്ത് തിരിച്ചില്ലല്ലോ കേട്ടോ, ആർക്കും ഇല്ല കേട്ടാ. ബോബേ നമുക്ക് അണിചേരാം ബോബേ. അണികളുമായിട്ട് ആലോചിക്കണം. എന്റെ പൊന്നു ബോബേ, അണികളുമായിട്ട് ആലോചിക്കുന്നത്
അതൊക്കെ 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 വേറെ. ഇനി BBK ആണോ ഫാൻസ്? ഇല്ലടാ, തീരുമാനം ഫൈനൽ എന്തായാലും എന്നെ ആയിരിക്കും. പക്ഷെ എനിക്കൊന്നും അവരോട്ടൊന്നും ഒരു ഇതിട്ടാ, ഒരു പോള കിട്ടടാ. ആടാ അപ്പൊ ഒരു സിഗരറ്റ് ഉണ്ടെങ്കിൽ കേട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. ബോബി എന്നടാ, ബോബി എന്നേ. ബോബേ ഓരോ അണിചേരൽ നിക്കുവാണെങ്കിൽ അളിയാ ഞാൻ നിർത്തണം. വള്ളി തീസിന് ഇറങ്ങുവാണ് അളിയാ. അളിയാ പട്ടി അടിച്ചു കൊല്ലുന്ന അളിയാ, അവിടെ അടിച്ചു പട്ടി അടിച്ചു കൊല്ലുന്നതാണ് ഇതാണ് നമ്മളെ കംബാക്ക് മൂവ്മെന്റ്. അളിയാ ഞാൻ പറഞ്ഞേ, ഇത്രയും നാള് നമ്മള് പിന്മാറി നമ്മള് തറലോളം തറയായി, പട്ടി വരെയായി. അളിയാ ഞാൻ പറയട്ടെ, അണ്ണു ഒന്ന് പേടിച്ച്. നീ ശ്രദ്ധിച്ചോ? നീ ഒന്ന് കൂടെ നിക്കുന്ന പറഞ്ഞൊന്ന് പേടിച്ചണ്ണു. അത് പക്ഷെ ഞാൻ പറയട്ടെ, എനിക്ക് ഞാൻ പറഞ്ഞല്ലേ മൊത്തത്തിൽ എനിക്ക് ഞാൻ അസ്വസ്ഥനാണ്. എന്റെ കൂടെ ഉള്ളവരെ അതല്ല അളിയാ, നീ ഒന്ന് ആലോചിച്ചാളി, ഇത് എന്താണ് അളിയാ? ഇത് എന്ത് പരിപാടിയായിരുന്നു? നീ വെച്ചേ അതല്ല ഞാൻ എടാ അളിയാ ഞാൻ പറട്ടെ, അണ്ണൂര് മനസ്സിലായിക്കോണം. അണ്ണു ഈ വൈകുണ്ഠപുരം സിനിമ കണ്ടല്ലേ, ഒരാൾ അയ്യേ വേണ്ട എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നോ എന്നാണ്. അണ്ണൂനത് മനസ്സിലാക്കി പൊക്കൂടെ? നിനക്ക് മോത്ത് നോ പറയാൻ പഠിക്കണം. അളിയെ പോയി പറയലേ നോന്ന് താല്പര്യമില്ലെന്ന് പറഞ്ഞു. അണി ചേരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്റെ അണികളോട് ചോദിച്ചിട്ട് നിനക്കൊരു കാര്യം അറിയാം, നിനക്കൊരു കാര്യം അറിയോ? ഇവിടെ BBK ഓർ JDP എന്ന് പറഞ്ഞ പോളിട്ടെ 82% BBKക്ക്, 18% JDPക്ക്. എനിക്കിതൊക്കെ അറിയാളിയാ, ഞാൻ പിന്നെ പറഞ്ഞില്ലേ നമ്മളാ ഒരു കൺസേൺ ഇല്ലാണല്ലേ. പക്ഷെ അവർക്ക് അളിയാ ഇപ്പൊ അണ്ണൂന്റെ അളിയാ ഞാൻ ഒരു BJP ഇട്ട് അണ്ണൂന്റെ മുഖത്ത് നോക്കി അങ്ങ് പറയളിയാ അണി ചേരാൻ താല്പര്യമില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടാ, ഞാനറിയാ ഇവരുടെ അടുത്ത് പോയി അണ്ണന്റെ അടുത്ത് ചോദിച്ചറാ. ഞാൻ അണ്ണന്റെ യൂത്ത് വിങ് എന്നുള്ള പേരിലാണ് ഇവിടെ തുടങ്ങിയത്. പക്ഷെ അണ്ണന്റെ കൂടെ ഉള്ളവർ അതൊന്നും ഇതാക്കണില്ലാന്നപ്പോഴത്തേക്കും അപ്പൊ അണ്ണന്റെ അടുത്ത് ഇങ്ങനെ യൂത്ത് വിങ് ഒന്നും ഇല്ലടാന്ന്. എന്നിട്ട് ഇന്ന് വിളിച്ചപ്പോ പറഞ്ഞെന്ന് വെച്ചറിയോ, ഞാനല്ല സെറ്റ് ചെയ്തത്, എന്റെ യൂത്ത് വിങ് പിള്ളേരാണ്. അളിയാ ചങ്ക് തകർന്നെ ചങ്ക്. അളിയ ഞാൻ ഒരു കാര്യം പറട്ടെ, ഞാൻ പോട്ടെ മറ്റേ ഇല്ല പാട്ട് എടുത്തിട്ട് വരാം. അരിതമിവിലെ ജനമടിയിലെ അമ്പരസര അതെടുത്തിട്ട് വരാം. നീ അണ്ണന്റെ മുഖത്ത് നോക്കി താല്പര്യമില്ല, ഞാൻ BBK ഒറ്റയ്ക്ക് പോകുന്ന പറയാനുള്ള പറഞ്ഞോ. ചേട്ടാ നമ്മള് BBK ആരോടാണ് ചെയ്യുന്നില്ല. നിർത്തിയല്ലേ, പിന്നെ എന്തോ റീസ്റ്റാർട്ട് ചെയ്തു? പെട്ടി തുറക്കാൻ പോവാ. നിങ്ങളുടെ അണികളൊക്കെ നമ്മളത് കാണിക്കുന്ന ഭയങ്കര മോശമായിട്ടാ. അടിച്ചു കൊല്ലായിരുന്നു, അടിച്ചിപ്പിടിട്ട് പട്ടിയെ പോലെ. എന്തേലും കാണിക്കടി. തോറ്റാലും ജയിച്ചാലും നമ്മള് സെറ്റാക്കും. അളിയാ നമ്മള് തോറ്റാലും നീ ഒന്ന് ആലോചിച്ച് പോവേ. എടാ നീ എത്ര വന്നിട്ടൊരു ഒരാഴ്ച ആവുന്നേ ഉള്ളു. ഒരാഴ്ച നിനക്കുണ്ടായ സപ്പോർട്ട് നീ ഒന്ന് ആലോചിച്ചേ. BBK ആണ് സപ്പോർട്ട്. നീ ഒന്ന് ആലോചിച്ചളിയാ. അളിയാ ഞാനത് എന്റെ കതറൂരി വെച്ചോണ്ടല്ലേ അളിയാ. എന്റെ കതറ് എടുത്തിട്ട് കഴിഞ്ഞാലേ അളിയാ പഴയ SFI കാരനെ ഇളകും. അളിയാ അളിയാ എനിക്ക് പിന്നെ ഇങ്ങനത്തെ തോന്നിയ ദിവസം കാണിച്ചാലളിയാ, മറ്റേ ഭഗവത്ഗീതയും ബൈബിളും ഒക്കെ എടുത്ത് ഞാനങ്ങ് ഉത്തരത്തി വെക്കും. പിന്നെ അല്ല ഒരു മിനിറ്റ്, ഞാന് നീ ഇത് കിട്ടിയ ഏത് BJP കിട്ട, ഞാൻ ഈ സാധനം കിട്ടും. BJP ഞാൻ നിന്നെ കാണണ്ടല്ലേ. ബേബി ഒന്ന് ഫ്രണ്ടിൽ മാറി എടാ സ്നൈപ്പ് വിറ്റാച്ച് കാണിക്കുന്ന പരിപാടി ഇതാ. നേരത്തെ എന്തോ പണിവാളി അറിയോ? നീയൊക്കെ അവിടെ കൊണ്ട് ഇറങ്ങിട്ട് കടിച്ച് കീറാൻ പ്ലാൻ ചെയ്തില്ലേ? എനിക്ക് കടിക്കാനുള്ള ശക്തിയില്ല. ഇവിടൊക്കെ ലൊക്കേഷൻ അറിയോ? ഞാൻ ഒരു കാര്യം എനിക്ക് ഡൗട്ട് ഇറ്റാച്ച്. അല്ല നീ ഇത് ആറ് പ്ലാൻ ആയിരുന്നു? ഇത് ആറ് പ്ലാൻ ആയിരുന്നു? ഈ പ്ലാൻ ആറായിരുന്നു? ഈ പ്ലാൻ ആറായിരുന്നു? ഓക്കെ ഞാനിട്ടെ എടാ ഇതിലും ഞാൻ നമ്മള് മൂന്നേ ഉള്ളു. പറഞ്ഞോ സംഭവം ഈ പ്ലാൻ എന്റെ സ്നേഹിപ്പിന്റെ ആയിരുന്നു. ഇതില് ഒരുപാട് ആൾക്കാര് കേട്ടാണ്ട് വളരെ കുറച്ച് പേരെ കേട്ടിട്ട്
അവര് അവരുടെ പ്രൈവസി ഇവിടെ അവര് പൂൾ പാർട്ടി ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ മനസ്സിലായേ? ഇത് അതായത് നമ്മുടെ JDP പാർട്ടിയൊക്കെ വെച്ചിട്ടൊക്കെ മനസ്സിലായേ? മനസ്സിലായി. ഇതിന്റെ കൊറേ പേര് വന്നു. മറ്റേ വാസന്തിയോ എന്തായിരുന്നു ഇതിന്റെ പേര്? അത് ഞാൻ പറഞ്ഞുതരാം. ഈ പൂൾ പാർട്ടിയുടെ കേസില് ഇവര് പൂൾ പാർട്ടിക്ക് റേഡിയോ കണക്ട് ചെയ്യാനെന്ന് പറഞ്ഞ ഒരു റേഡിയോ ഇട്ടായിരുന്നു. ഇപ്പം 27 റേഡിയോ 27 ഞാൻ കയറിയായിരുന്നു. ഞാൻ കയറിയപ്പോഴത്തേക്ക് ഇവര് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ 666 റേഡിയോയിലോട്ട് സ്വിച്ച് ആവും. എന്നിട്ട് അതിന്റെ പാസ്വേഡ് 666 എന്ന് തന്നെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അതുവരെ ഇങ്ങനെ റേഡിയോ തന്നെ ഞാനായിരുന്നു ആ സമയത്ത് വേദിക എന്ന് പേരിട്ടായിരുന്നു. ഇപ്പൊ പേരിട്ടിട്ടില്ലായിരുന്നു. എന്നിട്ട് പാസ്വേഡ് ഇട്ട റേഡിയോ കയറിയിട്ട് ഞാനും കയറി. അപ്പൊ ഇവർ ഡ്രസ് ഷോപ്പ് പറഞ്ഞു. അങ്ങനെ ഞാൻ അഡ്മിനെ വിളിച്ചിട്ട് അവനെ പെണ്ണാക്കിയിട്ട് ഞാൻ പട്ടിയായി. ഞാൻ പെൺ ശബ്ദം വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ തുടങ്ങിയാണ്. അപ്പൊ ഞാൻ മന്ദാരത്ത് വീഡിയോ കോൾ ഇതിങ്ങനെ അടിച്ച്. അതിനുശേഷം ഞാൻ നോക്കിയപ്പോ മൃഗശാലയായിരുന്നു അത്. എന്നെ ഈ മന്ദാരത്തെ വിളിക്കുന്നതിന് സ്നൈപ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മന്ദാരം ഞാന് എന്തുവാ പിന്നെ ആരായിരുന്നു ബാലൻ ഇത്രയും പേരെ മാത്രമേ കാണാവുള്ളൂ ഇറ്റാച്ചി. ആ പിന്നെ പക്ഷെ ഇതിന് ബാക്കി ആൾക്കാര് ഇത് എനിക്ക് അറിഞ്ഞൂടാ. അത് ഞാൻ ഉത്തരവാദിത്തമില്ല. ഞാൻ ബോബിനെ മാത്രമേ വിളിച്ചുള്ളൂ. ഞാൻ എവിടെ പോയാലും അവനെ വിളിക്കണേ. സ്നൈപ്പിന് എന്ത് പറ്റി വിഷമാടാ? അറിയത്തില്ലല്ലോടാ. അത് സീനൊന്നുമില്ല. സ്നൈപ്പ് ഓർഡറല്ലടാ. അവ ഇപ്പൊ കേറൂല്ലേ? പെണ്ണുങ്ങളെ കിട്ടുമ്പോഴാടാ കൂട്ടുകാരെ മറന്നോടന്മാരെ നമുക്ക് കണ്ടിട്ടുള്ളൂ. ഇത്ര നാളെ റേഡിയോ പോലും ഒരു കുണ്ണകൾക്കും കേറാൻ വയ്യായിരുന്നു എന്റെ റേഡിയോ. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കരുത്. ഒരു കുണ്ണകളെ കണ്ടിട്ടില്ല. 2 പെണ്ണുങ്ങളെ കൂടെ വന്നെന്ന് പറഞ്ഞപ്പോ എല്ലാ കുട്ടികളോടും ഒരുമിച്ച് വന്നേക്കുന്നു. ഞാനുണ്ടായിരുന്നു ബാല. 83 റേഡിയോ ഫസ്റ്റ് കയറാൻ പറഞ്ഞാലടാ. എന്നെ കൊണ്ട് വിളിപ്പിക്കല്ലേ ബാല. വിളിപ്പിക്കല്ലേ? ഞാനടാ 83 റേഡിയോ കേറാൻ തന്നെ പറഞ്ഞ അന്ന്. നിനക്ക് ഓർമ്മയില്ലടാ? ചന്ദ്രല്ലേ പോന്നെ? ചന്ദ്രു ഇതാരാ വിളിക്കുന്നത്? ഹലോ ഇതാരാ? അതിനു നീ TDS എങ്ങനെ ഇറങ്ങണെന്ന് പറഞ്ഞുതരൂ. TDS ഇറങ്ങുന്നത് എന്തായിരുന്നു? QDM ആ അത് തന്നെ. എടാ QDM QITDM. ഇറങ്ങിട്ട് വരാം. കത്തി കൂറുന്ന കയ്യാണല്ലേ? പിന്നെ എല്ലാവർക്കും ഒരു അനൗൺസ്മെന്റ് ഉണ്ട് അളിയാ. ടിവിയില് പണ്ട് പിത്തൾജിയുടെ ഒപ്പം മരിച്ച് മറ്റേ കോമ കിടന്നൊരു പേരുണ്ടല്ലോ സക്കീർ തിരിച്ചു വന്നിട്ടുണ്ടേ. അതല്ല സ്ലോട്ടൊക്കെ ആള് ഗൺബോറൊക്കെ കേട്ടി ചെയ്ത് സ്ലോട്ട് ഇട്ടത് വന്നത്. അതിന് ബോബ് ചാവണമില്ല. ആ ബേബി പറ. ആ പൊക്കോ